എല്ലാവർക്കും ലിജോസ് ന്യൂബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് എവിടെ വന്നേക്കുന്നറിയാം? പെർസിമോൺ പറിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഫ്രൂട്ടിനെ കുറിച്ച്? ഇത് ഡിവൈൻ ഫ്രൂട്ട് എന്നാ പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം പഴം. അപ്പൊ നിങ്ങൾക്ക് കാണണ്ടേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഞങ്ങളിപ്പം വെസ്റ്റ് ഓക്ലൻഡിലുള്ള ഹെലൻസ് വില്ലയിലെ ഷിസ്യുവാൻ പെർസിമൺ ഗാർഡനിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഓക്ലൻഡിലുള്ളവർക്ക് അന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ സമയമാണ്. ജൂലൈ വരെയുള്ളൂ ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറ്റുന്ന മാക്സിമം ഫസ്റ്റ് ആയിട്ട് വരിക. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ പഴുത്ത് കിളികളെല്ലാം നിന്ന് നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് പറിക്കാം. അധികം പൈസയൊന്നുമില്ല, $8 പെർ കിലോയ്ക്കേ ഉള്ളൂ. എൻട്രി ഫീസും ഇല്ല. അപ്പം നമുക്ക് പറിച്ചു തുടങ്ങാം. പെർസിമൺ നല്ല ഉഗ്രം മധുര കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവര് ഞങ്ങൾക്ക് കട്ട് ചെയ്ത് പെർസിമൺ തന്നായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് പെർസിമൺ. ഇത് നമ്മുടെ നാട്ടിലെ കാക്കപ്പഴം എന്ന് പറയും. അപ്പൊ ഞാൻ ഇത് എങ്ങനെ പറിക്കുന്ന എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറിച്ചേടാം. ഇതാണ് കണ്ടോ പെർസിമൺ. ഇതിന്റെ മോളില് അതിന്റെ എന്താ പറയാ തൊപ്പി ഇരിപ്പുണ്ട്. ഇത് കാണാൻ നമ്മുടെ തക്കാളിപ്പഴം കണക്കിരിക്കും, പക്ഷെ നമ്മുടെ ഒരു ക്രിസ്പ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ആപ്പിളിന്റെ ഒരു കടിക്കുമ്പോഴുള്ള ആ ഇതും, പക്ഷെ മാങ്ങയുടെ ഒരു രുചിയാണോ, പിന്നെ എന്തോ ഒരു മധുരമുള്ള ഒരു ഫ്രൂട്ട്, സംതിങ് ഡിഫറെന്റ്. ദിവ്യതയുടെ പെർസിമൺ പറിച്ച് ബാഗിലെടുത്ത് ഇടാൻ വേണ്ടി പോവാണ്. അതിങ്ങെടുത്തോണ്ട് താഴെ പോയി. ഓക്കെ, കാണിച്ചു കൊടുത്തേ, എല്ലാവരും കാണിച്ചു കൊടുത്തേ. പെർസിമൺ കാണിച്ചു കൊടുത്തേ. പെർസിമൺ ഞങ്ങള് ബാഗിനകത്ത് പെറുക്കി പെറുക്കി ഇടുവാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഒരു ബാഗ് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ പറിക്കുന്നത് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി അവര് വെക്കും കയ്യില്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ കുറെയൊക്കെ കേടായിട്ടിരിക്കുകയാണ്. നമുക്ക് നല്ലത് നോക്കി പറിച്ചെടുക്കണം. നമ്മള് മെയിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടും. ഇപ്പൊ കൂടുതലും എന്താ പറയണ അതില് കറുത്ത പാടുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി ഇങ്ങനെ കേടായിട്ടുള്ളത് കുറെ ഉണ്ട്. നമ്മള് നല്ലത് നോക്കി പറിച്ചെടുക്കണം. ഒത്തിരി വലിയൊരു സ്ഥലം കേട്ടോ. ഇത് ഒരു പോർഷൻ മാത്രം ഞങ്ങൾ പറിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതിന്റെ അപ്പുറം 2 പോർഷൻ കൂടി ഉണ്ട്. അവിടെ എല്ലാം ഈ പെർസിമൺ ഫ്രൂട്ട് ആണ്. ഇതിന്റെ കളറും ഒത്തിരി അട്രാക്റ്റീവ് ആക്ച്വലി. കാരണം നമ്മള് ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് തൊട്ട് ഡാർക്ക് ഓറഞ്ച് കളറിലല്ലേ ഇത് ഇരിക്കുന്നത്. അപ്പൊ 1870-കളിലാണ് ന്യൂസിലൻഡില് ഈ പെർസിമൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തെന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ പെർസിമൺ ഫ്രൂട്ട് ഒന്ന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 തൊട്ട് 5 വർഷം വരെ എടുക്കും. അപ്പം ഇത് ഫുയു വെറൈറ്റി ആണ്. ഇത് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പെർസിമൺ ആണ്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പെർസിമൺ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങള് നമ്മുടെ വീട്ടില് തൈ ഇങ്ങനെ വെക്കണോന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ നഴ്സറിയില് തൈ വാങ്ങാൻ വേണ്ടി കിട്ടും. പക്ഷെ ഇത് ഏകദേശം ഒരു $130 അടുത്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8000 രൂപയുടെ അടുത്ത് വരും. എനിവേ ഏതായാലും നമ്മുടെ വീട്ടിലും ഒരു പ്ലാന്റ് നടാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ 4 to 5 years എടുക്കുമല്ലോ, അതാണ് പ്രശ്നം. നോക്കി ചെറിയ കിളികളെ ഇത് തിന്നാൻ വേണ്ടി വന്നിരിക്കണതാ. നിറച്ച് കിളികളുണ്ട്. ഞങ്ങള് ശരിക്കും കാണാൻ വന്നതാണ്. ഒന്നും പറിക്കുന്നില്ല. പിള്ളേരാണേലും നോക്കി ഏതാ പറിക്കണ്ടേ. ആക്ച്വലി ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആട്ടോ. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്ന് പുറത്തോട്ടൊത്ത് ഇറങ്ങി നടക്കാനും, ഒന്നും ഇല്ലെങ്കിലും ഫാമിലിയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനുവേ. പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ, അവരിഷ്ടമുള്ളവർക്ക് ഓടി നടന്നോളും. പിന്നെ പറിക്കാനാണെങ്കിലും ഇവർക്ക് അത്ര പരിചയമില്ല. അപ്പൊ ഇത് ഇങ്ങനെ എന്താ പറയാ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ടതുകൊണ്ട് അതും പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ആപ്പിളൊക്കെയാണ് പറിച്ച ഉടനെ കൈ പോരുന്നില്ലേ. പെർസിമൺ അങ്ങനെയല്ല, ഒരു ഇച്ചിരി കൂടുതൽ തണ്ടെ പിടിച്ചിരിക്കുന്ന സാധനം. അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പെർസിമൺ ഫ്രൂട്ട്. എത്ര കിലോ മേടിക്കാനായിരിക്കും പ്ലാന്? ഉച്ചയ്ക്ക് വല്ല പ്ലാൻ ഉണ്ടോ? 2 കിലോ മേടിക്കും. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ
കുറച്ചും കൂടെ സോഫ്റ്റ് ആയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഔട്ട് സൈഡിൽ വെക്കുമ്പോൾ ഇച്ചിരിയും കൂടെ കട്ടിയായിട്ട് ആ ആപ്പിളിന്റെ ടെക്സ്ചർ കണക്ക് ഇരിക്കുന്നത്. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇച്ചിരിയും കൂടെ സോഫ്റ്റ് ആയി കിട്ടുമെന്നാണ് പറയണേ. പെർസിമൺ മെയിൻ ആയിട്ട് നല്ല വാമർ റീജിയണിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഗിസ്ബണിലും ഓക്ലൻഡിലും അത് കണക്ക് തന്നെ നോർത്ത്ലാൻഡിലും കൂടുതൽ പെർസിമൺ ഉള്ളത്. ഇത് കുറച്ചും കൂടെ പഴുത്താന്ന് തോന്നുന്നല്ലേ? താഴെ പോയിട്ട് ദിവ അവിടെ ഇത് കേട്ടോ, 2 കളറാ കേട്ടോ. ഒരു ഇച്ചിരി മഞ്ഞ കൂടിയ കളറും ഇച്ചിരി ഓറഞ്ച് കൂടിയ കളറ്. ഇച്ചിരിയും കൂടെ പഴുത്തിരിക്കുന്നതാണ്. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നമ്മൾ പെർസിമൺ ആദ്യമായിട്ട് പറിക്കാൻ വേണ്ടി വരുന്നത് തന്നെ. ഞങ്ങൾ ഇങ്ങോട്ട് വെസ്റ്റ് ഓക്ലൻഡിലോട്ട് വന്നപ്പം തന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു കേട്ടോ. കുറച്ച് നാളായി ഇത്രയും ഗ്രീനറീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. നമ്മുടെ അവിടെ അത്ര ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കുറച്ചും കൂടെ കൂടുതൽ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ മരങ്ങളൊക്കെ കണ്ടോ? ആ വലിയ വലിയ പൈൻ മരങ്ങൾ നിൽക്കുന്ന കണ്ടോ? നിറച്ച് പക്ഷികളാട്ടോ അതിനകത്ത്. പക്ഷികളുടെ സ്വരം കളകളാരവം കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഈ സൈഡിലുള്ള മരങ്ങൾ കണ്ട അവർ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അതിനെ നിർത്തിയിട്ടുണ്ട്. ഇത് കൃഷി ചെയ്തേക്കുന്ന ഒരു വലിയൊരു ഏരിയയിലാട്ടോ. അത് ഇപ്പം ഒരു ഭാഗമായിട്ട് ഇവിടെ, പിന്നെ വേറൊരു ഭാഗം, പിന്നെ അതിന്റെ അടുത്ത് വേറൊരു ഭാഗം, അങ്ങനെയാണ്. ഇത് ഓരോരോ നിരയായിട്ട് വെച്ചേക്കും. അപ്പം പല റോ ആയിട്ട്. അപ്പൊ അതിന്റെ നടുവില് സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറിക്കാനും എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ ഇത് ഷോർട്ട് ആയിട്ടുള്ള ട്രീ ആണ്. അപ്പം നമുക്ക് ഒത്തിരി മോളിൽ കയറി പഠിക്കൊന്നും വേണ്ട, നമുക്ക് കൈ എത്തുന്ന ദൂരത്തിലാട്ടോ. അപ്പൊ ഞങ്ങൾ പെർസിമൺ ഒക്കെ പറിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഓക്ലൻഡിലുള്ളവരോ അല്ലെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ പെർസിമൺ എന്താ പറയാ പറിക്കാൻ വരണമെങ്കിൽ കേട്ടോ നിങ്ങൾ വെസ്റ്റ് ഓക്ലൻഡിലോട്ട് പോർന്നോ കേട്ടോ. ജൂൺ അവസാനത്തോടു കൂടി വന്ന് പിന്നെ പറിച്ച് നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോകാം, പെർസിമൺ കഴിക്കാം. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.